മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് രണ്ട് റീഡിംഗ് കൂടി ഒന്നിച്ചാണ് ഇടുന്നത്. ഓക്കെ, ഗൈഡൻസ് ആൻഡ് റിലേഷൻഷിപ്പ് രണ്ടും കൂടി ഒന്നിച്ച് പറയാം. ഓക്കെ, ഒരു വീഡിയോ അല്ലേ അപ്പോൾ ഇടണ്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇപ്പോൾ ഇന്നിപ്പോൾ എന്താ ആഴ്ച? ഓക്കെ, നമുക്ക് അടുത്ത 48 മണിക്കൂർ ഓക്കെ ജസ്റ്റ് നോക്കാം, രസം അല്ലേ. അടുത്ത 48 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് വരും, നമുക്ക് നിങ്ങളുടെ എനർജിയിൽ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ ജനറൽ ലൈഫ് അല്ലെങ്കിൽ കരിയർ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഡ്രീംസ് എന്ന് കാണുന്നുണ്ട്. വെരി ഗുഡ്. സ്ട്രെങ്ത്, വെരി ഗുഡ്. ബ്യൂട്ടി, വിൽ പവർ, ഹീലിംഗ്, awesome. Psychic abilities, and family. ഓക്കെ, ഗുഡ് ലക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത്, യൂണിവേഴ്സ് കാണിക്കുന്നത് ഈ അടുത്ത 48 മണിക്കൂറിൽ ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷ് ഫുൾഫിൽ ആവാനുള്ള സാധ്യതയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം, അതിയായിട്ടൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രീംസിൽ എന്തെങ്കിലുമൊക്കെ സൈൻ കാണുന്ന കാര്യങ്ങളും ആയിരിക്കാം. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ഡ്രീംസിൻ്റെ ത്രൂ നിങ്ങൾക്ക് സയൻസ് കിട്ടും എന്നും പറയാം. ബട്ട് ഇവിടെ മെയിൻലി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുമെന്ന രീതിയിലാണ്, നിങ്ങളൊരു വിഷ് നടക്കാൻ പോകുന്നു എന്നാണ്. ഇവിടെ സ്ട്രെങ്ത് കാണുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ എന്തെങ്കിലും വളരുന്ന, ഗ്രോത്ത് വരുന്ന പോലെ. അതിപ്പോൾ കരിയറിലാണെങ്കിൽ കരിയറിൽ ഗ്രോത്ത്, റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് സോൾവ് ആയിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് നല്ല രീതിക്ക്, കരിയറിൽ അഗൈൻ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കാം. ഓക്കെ, പ്രോജക്ട്സ് ഒക്കെ തീർക്കാൻ സാധിക്കുക, നിങ്ങൾ ഏറ്റെടുത്ത വർക്ക് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുക. ഓക്കെ, ഒരു സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് പറയാം. നിങ്ങൾ തന്നെ എന്തും ഓവർകം ചെയ്യാൻ നിങ്ങൾ തന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന രീതിക്കും പറയാം. ഓക്കെ, ചിലപ്പോൾ ആരോഗ്യം ബെറ്റർ ആവുന്ന കാര്യം, ആക്ച്വലി ഹെൽത്ത് ബെറ്റർ ആവുന്ന തരത്തിലൂടെ നമുക്ക് എടുക്കാം. സ്ട്രെങ്ത് കാർഡ് പറയുമ്പോൾ എവിടേക്കോ നമ്മൾ ഹെൽത്ത് നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ റെസ്റ്റ് എടുത്ത് കാണാം. ഓക്കെ, ആ റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽത്ത് കുറച്ചുകൂടി ബെറ്റർ ആവും. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്കുള്ള മെസ്സേജ് ആയിട്ട് എടുത്തോളൂ. ചിലപ്പം ഈ കാര്യങ്ങൾ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും വ്യക്തികളുടെ ലൈഫിലും ആയിരിക്കാം. അതിപ്പോൾ ലൈക്ക് ക്ലോസ് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ചിലപ്പോൾ അവർക്ക് കൂടി ഇത് മാച്ച് ആവാം. ഓക്കെ, അങ്ങനെ സംഭവിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ബ്യൂട്ടി എന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ കുറച്ചുകൂടി നിങ്ങളുടെ സൗന്ദര്യത്തിനെ കെയർ ചെയ്യുക. ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും നിങ്ങൾ മേ ബി ഹെൽത്തിന് വേണ്ടിയിട്ടായാലും, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടി മേ ബി നിങ്ങൾ ജിം ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കാൻ തുടങ്ങാം. ഓക്കെ, അത്തരത്തിൽ ഐ തിങ്ക് നിങ്ങൾ അവനവനെ ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിയെ കെയർ ചെയ്യുന്ന പോലെയൊക്കെ മേ ബി ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു ഗ്ലോ ഫീൽ ചെയ്യും, കാരണം നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഐ തിങ്ക് ഓക്കെ, ഹാപ്പിനെസ് ആയിരിക്കാം. ആ ഒരു സന്തോഷം വരുമ്പോൾ നിങ്ങൾ വളരെ കുറച്ചുകൂടി ഒരു ഗ്ലോ നിങ്ങളുടെ ഉള്ളിൽ അല്ലേ. അപ്പോൾ ആ ഒരു ബ്യൂട്ടി എന്ന രീതിക്ക് നമുക്ക് അങ്ങനെയും പറയാം, ഇന്നർ ബ്യൂട്ടിയോ ആവാം, നിങ്ങളൊരു സന്തോഷം കൊണ്ട് വരുന്നതും ആയിരിക്കാം. ആൻഡ് ഇവിടെ വിൽ പവർ കാണുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ആ വിൽ പവർ വെച്ച് നിങ്ങൾ ഫുള്ളായിട്ട് സ്ട്രെങ്ത്തും ഉണ്ട് വിൽ പവറും ഉണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് നിങ്ങളോട് പറയുന്നത് യെസ് ചെയ്യൂ എന്നൊരു അഡ്വൈസ് കൂടിയാണ്. മാത്രമല്ല ഐ തിങ്ക് നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യും, നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ഹീലിംഗ് ഓൾറെഡി ഓക്കെ, യെസ്. രണ്ട് കാർഡും വളരെ സിമിലർ ആയിട്ടുണ്ട് കാണാനും. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ട് കാർഡും വളരെ സിമിലാരിറ്റി ഉണ്ട്, പച്ച യെല്ലോ. ഓക്കെ, സോ ഹീലിംഗ് എന്തായാലും നിങ്ങളുടെ മനസ്സുകൊണ്ടായാലും മൈൻഡിൻ്റെ ആയാലും ബോഡിയുടെ ആയാലും ഹീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത് ഹീലിംഗ് ആയിരിക്കാം. ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ മൈൻഡ് കൊണ്ട് നിങ്ങൾ വളരെയധികം ശാന്തമായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളെ വല്ലാതെ ബോദർ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം അല്ലേ, അതിലൊരു ഹീലിംഗ് വരുന്ന പോലെ നമുക്ക് എടുക്കാം. ഓക്കെ, സൈക്കിക് എബിലിറ്റീസ് ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആവുന്നതായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, കുറേ നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്നെ പവർ നിങ്ങൾ തിരിച്ചറിയും, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയും. യൂണിവേഴ്സുമായിട്ട് ചിലപ്പോൾ മെഡിറ്റേഷൻസ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹീലിങ്ങും ഇതൊക്കെ പറയുമ്പോൾ മേ ബി മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ വളരെ ഹൈ ആയിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നടക്കാൻ പോകുന്ന അടക്കം ഐ തിങ്ക് നിങ്ങൾക്ക് ചില സെൻസ് കിട്ടും, എന്നിട്ട് ഇങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യത എന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ആ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കുക. ഓക്കെ, നിങ്ങൾ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകും, ലൈഫിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും. ആൻഡ് ഇവിടെ
സ്പിരിച്വൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം. സോ മേ ബി മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ. ഫാമിലി കാണുന്നുണ്ട്. സോ മേ ബി വല്ല ഫാമിലി വെക്കേഷൻസ് അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ഹാപ്പി നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന തരത്തിൽ മേ ബി ഫാമിലി മീറ്റിംഗ് ഉണ്ടാവാം. എനിക്ക് ആരെങ്കിലും ഒക്കെ കാണാൻ സാധ്യതയായിരിക്കാം. ഫാമിലിയുമായിട്ട് എല്ലാവരും ഗെറ്റ് ടുഗെദർ, ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പുറത്തു പോവുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. വളരെ പീസ്ഫുൾ ആയിട്ട് നല്ലൊരു ഫാമിലി ലൈഫിലും കുറച്ച് സ്മൂത്ത് ആയിട്ട് പോകും. ഫാമിലി ആവണമെന്നില്ല, ഫ്രണ്ട്സ്. ഇപ്പം നിങ്ങൾ മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ പോസിബിൾ ആണ്. ഗുഡ് ലക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ലക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്. എനിക്ക് ഒരു എവിടെയോ യൂണിവേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ കൂടെ ഗുഡ് ലക്ക് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിങ്ങൾക്കൊരു സക്സസ് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അങ്ങനത്തെ ഒരു പീരീഡാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ആഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് പറയാം. ഐ തിങ്ക് അത് നടത്തി തരും ഈ ഒരു സമയത്ത്. ഓക്കെ, സോ ജനറലായിട്ട് അതൊക്കെ ആയിരുന്നു ഗൈഡൻസ്. കൂടി ഞാൻ ലാസ്റ്റ് പറയാം ഇപ്പം തൽക്കാലം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അടുത്ത 48 മണിക്കൂർ എന്നെ പിടിക്കാൻ പറ്റില്ല. എനിക്ക് അടുത്ത 48 മണിക്കൂർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താ നടക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആയിരുന്നു, ബട്ട് ഓക്കെ, വരികയാണെങ്കിൽ വരട്ടെ ആദ്യം. ഓക്കെ, ലെറ്റ്സ് സീ. ദ സൺ, വെരി ഗുഡ്. You are my sunshine, my only sunshine. You make me happy when the skies are grey. It is only you that I want. സൺ കാർഡ്. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെ വേണം. അവരുടെ ജീവിതത്തിൽ നിങ്ങളാണ് അവരുടെ സന്തോഷം, നിങ്ങളാണ് അവരുടെ ഹാപ്പിനെസ്, അവരുടെ പോസിറ്റിവിറ്റി, അവരുടെ ലൈഫിലൊരു ഹോപ്പ്, പ്രതീക്ഷ, സന്തോഷം എല്ലാം നിങ്ങളാണ് എന്നാണ് പേഴ്സൺ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത 48 മണിക്കുള്ള അവർ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. There is so much happening in my life on all fronts. I am confused about what to prioritize right now. 2 of Pentacles ആണ്. സോ ചില കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. എനിക്ക് അത് പല സിറ്റുവേഷൻസും ആവാം. ചിലപ്പോൾ ജോലി ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. സോ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഇപ്പം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ റിലേഷൻ കൺഫ്യൂസ്ഡ് ആണ്. സോ കോൺടാക്ട് ഒക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ മൈൻഡിൽ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ടായിരിക്കും. ബട്ട് നിങ്ങളോട് അവർക്ക് പോസിറ്റീവ് ഫീലിങ്സ് ആണ്, അതിൽ ഡൗട്ടൊന്നും വേണ്ട. ബട്ട് യെസ്, അവരിപ്പോൾ ലേശം കമ്മ്യൂണിക്കേഷനൊക്കെ ചിലപ്പോൾ അവരിപ്പോൾ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്യൂ കൊണ്ടല്ല, അവരുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഐ എം പാരലൈസ്ഡ് വിത്ത് ഫിയർ ആൻഡ് ഡൗട്ട്. ഐ ഡു നോട്ട് നോ ഹൗ ടു മൂവ് ഫോർവേഡ്. അവർ ചില കാര്യങ്ങളിൽ സ്റ്റക്കാണ്. അവരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് ആയിരിക്കും, ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, ഫാമിലിയുടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, എന്തോ ഒരു കാര്യത്തിൽ അവർ പെട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, എന്താണെന്നുള്ളത് നമുക്ക് മേ കാർഡ് കിട്ടുമായിരിക്കും, നോക്കാം. അവർ ചില കാര്യങ്ങളിൽ പെട്ട് നിന്നിട്ട് അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്ത് അവർ ഈ പെട്ട് നിൽക്കുന്നതിലും ഓക്കെ അവരുടെ കൺഫ്യൂഷൻസിലും അവരെവിടെയോ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. 6 of Wands. You make me feel like a hero and I love that I'm coming home victorious. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവർക്ക് സന്തോഷം തോന്നുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവർക്ക് ജയിച്ചു എന്നൊരു ഫീലിംഗ് വരുന്നത്. എവിടെയോ ഒരു വളരെ ലൈക്ക് ഹാപ്പി ആയിട്ടൊരു ഫീലിംഗ് ആണിത്. 6 of Wands നമ്മൾ തമ്മിൽ അത്രയും 6 of Wands ആക്ച്വലി ഒരു മാരേജ് പ്രപ്പോസലിൻ്റെ കാർഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഓക്കെ പോട്ടെ, സക്സസ് നിന്ന് എടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല സക്സസ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ചില സിറ്റുവേഷൻ സ്റ്റക്കും ആണ് അവർ. ഓക്കെ, അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഐ ആം മാനിഫെസ്റ്റിംഗ് യു, ഐ എം ലുക്കിംഗ് ഫോർ സ്റ്റെബിലിറ്റി ബിറ്റ്വീൻ അസ്. ഏസ് ഓഫ് പെന്റിക്കിൾസ്. അവർ നിങ്ങൾക്ക് ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ വരുന്നതായിരിക്കാം. ഇതും മാരേജിൻ്റെ കാർഡ് പറഞ്ഞു, ഇതും മാരേജിൻ്റെ ഒരു ഓഫർ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അവർക്ക് ശരിക്കും നിങ്ങൾ തമ്മിൽ സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് വേണം എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുക, അവരുടെ ലൈഫിൽ നിന്ന് അവർ നിങ്ങളെ വിട്ട് കളയാൻ അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. വേറെ എന്തൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ചാടി വന്ന കാർഡായിരുന്നു, ഞാൻ എടുക്കുന്നില്ല, വേണ്ട. ലെറ്റ്സ് സീ വേറെന്താ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ. ടവർ കാർഡ് ഉണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ ഐ തിങ്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ടാവാം. ഡിഡ് ഐ ചൂസ് ദ റോങ് പേഴ്സൺ? ഡീപ് ഡൗൺ ദിസ് അബ്രപ്റ്റ് ആൻഡ് സഡൻ എൻഡ് ഓഫ് ദ റിലേഷൻഷിപ്പ് ഡസ് നോട്ട് ഷോക്ക് മീ. ഐ ന്യൂ സംതിങ് വാസ് നോട്ട് റൈറ്റ്. ടവർ കാർഡ്. ഓക്കെ, മേ ബി ഈ പേഴ്സൺ തേർഡ് പാർട്ടിയിലായിരിക്കാം. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വേറെ തേർഡ് പാർട്ടി എടുത്ത് പോയതായിരിക്കാം. ആ സിറ്റുവേഷനിൽ ഐ തിങ്ക് അവിടെ ഒരു എൻഡിങ് വരുന്നുണ്ട്. അതാണ് ഇവിടെ കൺഫ്യൂഷൻ കണ്ടത്. 2 സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഓക്കെ, പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരു റോങ് ആളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, മേ ബി തേർഡ് പാർട്ടി ഓൾറെഡി ഉണ്ടായിരുന്നപ്പോൾ മാരേജ് ആണെങ്കിലും ശരി, അല്ല അവർ ഈ വേറെ തേർഡ് പാർട്ടി വന്നതായാലും ശരി, അവിടെ ചില ടവർ മൊമെൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ടവർ മീൻസ് അവിടെ ചില കാര്യങ്ങൾ ശരിയായിട്ടല്ല പോകുന്നത്. ആ സിറ്റുവേഷൻ എൻഡ് ആവുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഇവിടെ. ആ സിറ്റുവേഷൻ എൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഡിഡ് ഐ ചൂസ് ദ റോങ് പേഴ്സൺ? അവർ വേറെ ആളുടെ അടുത്ത് പോയത് തെറ്റായി പോയോ എന്നാണ് അവർ പറയുന്നത്.
എംപറർ, ഐ നോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു. പേഴ്സൺ പറയുന്നത് അവർ കുറച്ച് ഈഗോയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ ലേശം ഒരു ഈഗോ കാണിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട പോലെ, ഓക്കെ, അതായത് എങ്ങനെ ഇപ്പോൾ പറയാം, അവർ നിങ്ങൾക്ക് ശരിക്കും അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, ഓക്കെ, ഫീലിങ്സ് ഉണ്ട്, നിങ്ങളുമായിട്ട് ശരിക്കും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ചൊരു അറഗൻറ്റ് അത് പറയാം, അവർക്ക് എങ്ങനെ വേണോ അങ്ങനെ തന്നെ നിങ്ങൾ നിൽക്കണം എന്നാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എനിക്ക് കാണുന്നത്. ഈഗോ ഉണ്ട് ലേശം. അപ്പം നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറില്ല. അവർ സ്വന്തം തെറ്റുകൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. ബട്ട് എവിടെയോ റിയലൈസേഷൻ വരുന്നുണ്ട്, പേടിക്കണ്ട. ഓക്കെ, നിങ്ങളോട് അവർക്ക് ലോയലായിട്ട് തന്നെയാണ്, ശരിക്കും കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ്. പക്ഷെ അവർ ഈഗോ ആണ് ഇവിടെ ഇടയിൽ കയറി വരുന്നത്. ഞാനാണ് സുപ്പീരിയർ, ഞാൻ പറയുന്ന പോലെ വേണം എന്നുള്ള ഒരു തരത്തിൽ പറയില്ലേ. Temperance, balance, yes. Let us find balance. There is no need to rush as we are on the right path. Good things take time and patience. അവർ ഇതിൽ വർക്കൗട്ട് ആവും നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ തൽക്കാലം ക്ഷമ വെച്ചിരിക്കാം. പേഴ്സൺ പറയുന്നതല്ല, ദൈവം പറയുന്നതായിട്ട് എടുത്തോളൂ, യൂണിവേഴ്സ് പറയുന്നതായിട്ട് എടുത്തോളൂ. നിങ്ങൾ തൽക്കാലം സമാധാനമായിട്ടിരിക്കുക. അവരുടെ ലൈഫിൽ ചില ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ആ ഇഷ്യൂസ് അവർ മനസ്സിലാക്കി കൊടുക്കും പേഴ്സണിന്. ഓക്കെ, ടെമ്പറൻസ് പറയുമ്പോൾ ശരിക്കും എവിടെയോ ദൈവം ചെയ്യുന്ന ഒരു ന്യായമായിട്ടാണ് നമ്മൾ പറയുക. സോ ഇവിടെ യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളിപ്പോൾ ലെറ്റ്സ് ലെവലപ്പ് എന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പേഴ്സൻ്റെ മേലെ അവർക്ക് മനസ്സിലാവും, അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ മനസ്സിലാക്കും. അത് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കും അവർക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ബാലൻസ് വരും എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് അഷ്വറൻസ് തരുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസ്, ഐ വോണ്ട് യു സോ ബാഡ്ലി, ഐ വോണ്ട് യു നൗ, ഐ എം അട്രാക്റ്റഡ് ടു യു. അവർക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണം. ശരിക്കും ഇതെവിടെയോ വളരെയധികം ഒരു പാഷൻ ഉണ്ട് അവരുള്ളിൽ നിങ്ങളോട്. ഓക്കെ, നിങ്ങളുമായിട്ട് അവർക്ക് ഒരു അഡ്വഞ്ചർ ഫീൽ ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്ക് വളരെ ഇഷ്ടമാണ്. ശരിക്കും അതിൽ ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം തോന്നാറുണ്ട്. ഓക്കെ, ബട്ട് വേറെ ചില നെഗറ്റീവ് സിറ്റുവേഷനിൽ പോയി പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യുക? കാരണം ആദ്യം ചാടിയ കാർഡ് വന്നു. വീൽ ഓഫ് ഫോർച്യൂൺ, യു ആർ മൈ ഡെസ്റ്റിനി, വി ആർ മെന്റ് ടു ബി ടുഗെദർ ആസ് അവർ കണക്ഷൻ ഇസ്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ശരിക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിപ്പിച്ചത് ദൈവം തന്നെയാണ്, യൂണിവേഴ്സ് തന്നെയാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളത് വിട്ടുപോകുന്നു വിചാരിക്കേണ്ട. സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി വരും, ചേഞ്ച് ആയിട്ട് വരും. ഇപ്പം എന്താണോ സിറ്റുവേഷൻ നടക്കുന്നത് അതിൽ നിന്ന് മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ചൂസ് ചെയ്താലും ശരി, എന്ത് ചെയ്താലും ശരി. ഓക്കെ, ഇവിടെ ഓക്കെ, ഇപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്താണ്. ഇത് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, ഇത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. രണ്ടും ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ട് ചക്രയുടെ പറയും. ഹാർട്ട് ചക്ര എന്ന് വെച്ചാൽ സ്നേഹം ഫീൽ ചെയ്യുക. അവർ ആ ഒരു റിയലൈസേഷൻ അവരുള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ ഹാർട്ട് ഓപ്പൺ ആയിട്ട് അവർക്ക് ശരിക്കും അവരെ സ്നേഹിക്കുന്ന വ്യക്തി ആരാണ്, അല്ലെങ്കിൽ അവർ ആരുടെ കൂടെയാണ് ശരിക്കും ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് എന്ന രീതിക്ക് ചിന്തിക്കുന്ന തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, എന്തായാലും യൂണിവേഴ്സ് അവരെ ചില ലെസൺ കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കും. ഓക്കെ, അവർ വേറെ തേർഡ് പാർട്ടിയിലുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി ഉണ്ടാവുന്നതായിട്ടാണ് എനിക്കിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇത് 2-3 കാർഡ് കൂടി നിങ്ങൾക്ക് ജസ്റ്റ് എടുക്കാം. ലവേഴ്സ്, 3 ഓഫ് സോർഡ്സ്, 4 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ഇവിടെ ഐ എം ഇൻ ലവ് വിത്ത് യു ആൻഡ് ഐ ചൂസ് യു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഹാർട്ട് ബ്രേക്ക് ഇസ് പെയിൻഫുൾ, ലെറ്റിംഗ് ഡൗൺ ഓഫ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ ട്രസ്റ്റ് ഹാസ് ലെറ്റ് ടു ഇമോഷണൽ ടർമോയിൽ. ഓക്കെ, ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടിയുമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോയി കാണാം. ഓക്കെ, അപ്പം നിങ്ങളും ചിലപ്പോൾ അത് അവരെ വിട്ടു മാറി നിൽക്കുന്നുണ്ടാവാം. ഈ സിറ്റുവേഷൻ അറിഞ്ഞിട്ടായിരിക്കാം, നിങ്ങൾ അറിഞ്ഞ് കാണാം തേർഡ് പാർട്ടിയെ കുറിച്ച്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ലവേഴ്സ് എനർജിയാണ്. അഗെയിൻ ലവേഴ്സ് എനർജി ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞില്ല ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സപ്പോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഐ ഹോൾഡ് ഓൺ ടു എവറിത്തിങ് ബിക്കോസ് ഐ എം പോസസീവ് ആൻഡ് ഫിയർഫുൾ ഓഫ് ലൂസിങ് യു. ഓക്കെ, നിങ്ങളെ വിട്ട് കളയാൻ അവരൊട്ടും തയ്യാറല്ല. അഗെയിൻ 3 ഗ്രീൻ, ഞാൻ പറഞ്ഞില്ലേ അവർ ഹാർട്ട് ഓപ്പൺ ആവുന്നുണ്ട്, അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, എന്താണ് നിങ്ങളുടെ സ്നേഹം എന്നെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി പോയിട്ടുണ്ടെങ്കിൽ അധികം അവിടുന്ന് ചില ലെസൺ കിട്ടുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ജനറൽ ഗൈഡൻസ് കുറച്ചുകൂടി എടുത്തേക്കാം. ഇന്നിപ്പോൾ വേറെ 2 റീഡിങ് ഇടാത്തതുകൊണ്ട് ഞാനിന്ന് എല്ലാം കൂടി കമ്പൈൻ ചെയ്താക്കുകയാണ്. ഓക്കെ, ഗണേഷ മെസ്സേജസ് നിങ്ങൾക്ക് എന്താ പറയുന്നത്? കോൺസെൻട്രേഷൻ, ഡിറ്റർമിനേഷൻ, ഓക്കെ, എല്ലാം. കപ്പാസിറ്റി ടു ലവ്, യെസ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഹാർട്ട് ചക്ര അല്ലേ, ഡിസിഷൻ, യെസ്, വെരി ഗുഡ്. ആൻഡ് സറണ്ടർ. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോൾ തൽക്കാലം. എനിക്കിതിപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും ശരി, ജനറൽ നോക്കുന്നവരായാലും റിലേഷൻഷിപ്പ് നോക്കുന്നവരായാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ സ്വന്തം
ലൈഫ്, നിങ്ങളുടെ കാര്യങ്ങൾ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസാണ്. ഓക്കെ, നിങ്ങൾ അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ ലൈക്ക് കരിയർ, ജോലി, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കുക, നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യുക, ആ തരത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക, ജോലി ചെയ്യുകയാണെങ്കിൽ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്താണോ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാനുള്ളത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കൂ. ഓക്കെ, നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് കോൺസെൻട്രേഷൻ കൊടുക്കൂ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ. ഓക്കെ, ബട്ട് അത് ആ പേഴ്സൺ തിരിച്ചറിയട്ടെ. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ആ പേഴ്സൺ തിരിച്ചറിയട്ടെ. ഓക്കെ, ജനറൽ ആയിട്ട് പറയുമ്പോഴും ഓക്കെ, നിങ്ങളുടെ ആ കപ്പാസിറ്റി ഉണ്ട് എന്ന രീതിക്ക്. അപ്പോൾ പക്ഷെ അത് എപ്പോഴും നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കൊടുത്ത് അവസാനം നിങ്ങൾക്കില്ലാതെ ആയി പോകരുത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും. ഓക്കെ, ഡിസിഷൻ ഇപ്പോൾ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മേ ബി നിങ്ങൾ എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്ന തരത്തിൽ നോക്കിയാൽ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന് പറയാം. ഓക്കെ, തേർഡ് പാർട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, നിങ്ങളെ ചൂസ് ചെയ്യും പേഴ്സൺ. ഓക്കെ, അത് മാത്രമല്ല ചിലപ്പോൾ നിങ്ങളായിരിക്കും തീരുമാനം എടുക്കേണ്ടത് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം നിങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ജോലിയിലായാലും കരിയറിലായാലും എല്ലാ തരത്തിലും കേട്ടോ. സറണ്ടർ. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ സറണ്ടർ ചെയ്ത് വിടാം. ഓക്കെ, അത് യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുക. നടക്കുന്നത് എന്താ വെച്ചാൽ നടക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, അവനവനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അവനവൻ്റെ കാര്യം നോക്കി നിങ്ങളിരിക്കുക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിച്ചൊന്നും വറി ചെയ്യേണ്ട. നിങ്ങൾ റെസ്റ്റ് എടുക്കുക, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് സ്നേഹം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങോട്ട് കിട്ടട്ടെ. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, അത് കൊണ്ടുവരും, യൂണിവേഴ്സ് കൊണ്ടുവരും. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.